ലോകത്തിലെ ഏറ്റവും വലിയ സൺഡയലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയ്പൂരിന്റെ നിർമ്മാതാവായ സവായ് ജയ്സിംഗ് 1734 ഇതിന്റെ പണി കഴിപ്പിച്ചത്. യുനെസ്കോ അംഗീകൃത വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടെയാണ് ജയ്പൂരിലെ ജന്തർ മന്ദിർ. വെൽക്കം ബാക്ക് ടു വിബിൻസ് വ്ലോഗ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാലോ. നിങ്ങൾ ഇത്രയും വലിയ പപ്പടം കണ്ടിട്ടുണ്ടോ? അതും വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്നാണ് കാണുന്നത്. ഹവാമാലി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ജന്തർ മന്ദിറിലേക്ക് വന്ന് 52 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് ഗൈഡ്സാണ്. നമ്മൾ ആവശ്യമുള്ളവർ ഗൈഡ്സിനെ എടുക്കുന്നതായിരിക്കും നന്നാവും. കാരണം ഇവിടുത്തെ കൂടുതൽ സംഭവങ്ങൾ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് അവിടുത്തെ സ്കാനർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വിവരങ്ങൾ അറിയാം. ഇല്ല വെച്ചാൽ ഇവരെ യൂസ് ചെയ്യുന്നതാണ്. മലയാളം ഉണ്ടാവില്ല കേട്ടോ, ഹിന്ദി ഇംഗ്ലീഷും മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ നാട്ടിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ വലിയ ചപ്പാത്തി കല്ലും പത്തിരി കല്ലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സാധനമാണിത്. പക്ഷെ ഇതൊക്കെ ഓരോരോ യന്ത്രങ്ങളാണ് കേട്ടോ. ഇതും നേരം കാലൊക്കെ നോക്കുന്നൊരു യന്ത്രമാണ് കേട്ടോ. മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് 6 മാസം ചൂടുകാലവും താഴോട്ട് നിൽക്കുന്നത് 6 മാസം തണുപ്പ് കാലമാണ്. അങ്ങനെ 2 ടൈമാണ് ഇതിൽ കണക്കാക്കിയിരുന്നത്. ഇതും സൺലൈറ്റ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ഭാഗമായിട്ട് നിൽക്കുന്നത്. ഈ ആൾക്കൂട്ടം കാണുന്നത് ചെറിയൊരു സൺഡയൽ കാണുന്നത് തിരക്കാണ് കേട്ടോ. ഈ കാണുന്ന പുള്ളിയാണ് എനിക്കിത് പരിചയപ്പെടുത്തി തന്നത്. പനീർസെൽവം എന്നാണ് ആളുടെ പേര്. തൃച്ചിക്കാരനാണ്, തമിഴ്നാട്. സൺഡയൽ ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു മാർബിൾ കഷ്ണം 1 മണിക്കൂറായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ ഒരു സൈഡിൽ 6 മണിക്കൂറും ഒരു സൈഡിൽ 6 മണിക്കൂർ, അങ്ങനെ 12 മണിക്കൂറാണ് ഉണ്ടാവുക. സൺലൈറ്റിലും പിന്നെ മൂൺലൈറ്റിലും ഇത് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ആ കാണുന്ന കേട്ടോ വേൾഡിലെ ഏറ്റവും വലിയ സൺഡയൽ. അപ്പം എൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേക്കായിരുന്നു. ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് മുഴുവൻ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവുകയായിരുന്നു. ഇതാണ് അതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ. ഇങ്ങനെ ഒരു മാർബിൾ കഷ്ണം 1 മണിക്കൂറായിട്ടാണ് കണക്കാക്കുക. അതിൻ്റെ നമ്പേഴ്സൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് സ്റ്റാർസിനൊക്കെ ഫൈൻഡ് ചെയ്യാനുള്ളൊരു യന്ത്രമാണ്. ഇതിൻ്റെ ഒരു മെക്കാനിസമൊക്കെ അവരവിടെ പറയുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടും എനിക്കിതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇത് പിന്നെ രാശി നിർണ്ണയിക്കുന്ന ഒരു യന്ത്രമാണ്. ഇങ്ങനത്തെ ഒരു 10-12ഓളം യന്ത്രം ഇവിടെ ഉണ്ട്. ഇതും അതുപോലെ തന്നെ ചെറിയതായിട്ട് ഒരുപാടുണ്ട്. സൗരയൂഥത്തിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ റിസർച്ച് നടത്തുവാനും ഉള്ള ഒരു ട്രയൽ റൂമാണ് ഈ കാണുന്നത്. അന്നത്തെ കാലത്ത് ഇത്രയും സെറ്റപ്പിൽ ഇവർ ചെയ്തിരുന്നു എന്നുള്ളതിനൊരു തെളിവും കൂടെയാണ്. പല യന്ത്രങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. യുനെസ്കോ അംഗീകൃത വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടെയാണ് കേട്ടോ നമ്മുടെ ജന്തർ മന്ദിർ. ഈ ഒരു വലിയ പടുകൂറ്റൻ സൺഡയൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നൊക്കെ സ്കിപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ ഇത് അതിനു മാത്രമുണ്ട്, വലിയൊരു സംഭവമാണ്. ഒരുപാട് ചെറിയ സൺഡയലുകളിലൂടെ തന്നെ പരീക്ഷണം നടത്തിയിട്ട് ലാസ്റ്റാണ് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പടുകൂറ്റൻ വലിയ ഒരു സൺഡയൽ നിർമ്മിച്ചത്. അപ്പോൾ ജയ്പൂരിൽ വരുന്ന എല്ലാവരും ഈ ഒരു പ്ലേസ് വന്നിട്ട് കാണാം. ഈ ഒരു അത്ഭുതം വന്ന് കാണുക തന്നെ വേണം. ആൻഡ് ഈ ഒരു ആസ്ട്രോണമിയിലൊക്കെ താല്പര്യമുള്ള ആളുകൾ എന്തായാലും വരേണ്ട ഒരു പ്ലേസാണ്. പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആളുകൾ എല്ലാവരും പറയും അവിടെ ഒരു തേങ്ങയില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പം ഇതുപോലത്തെ നല്ല റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഗാർഡനും ഉണ്ടാവും. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.